ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള കിഡിലനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. മുട്ട കബാബ് എന്നും മുട്ട ചമ്മന്തി ബജ്ജി എന്നെല്ലാം പറയാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ ഫസ്റ്റ് തന്നെ ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുമ്പോൾ അരച്ചെടുത്താൽ മതി. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണം. എന്നാൽ ഓവറായിട്ട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാവും ചെയ്യരുത്. നമ്മൾ ചമ്മന്തിൻ്റെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ ഇതേപോലെ കേട്ടോ. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 8 ടേബിൾ സ്പൂണ് കടലപ്പൊടി എടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് മുട്ട എടുക്കുന്നത് അതിനനുസരിച്ച് ചമ്മന്തിയും ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 7 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടാനാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡറും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊരു ബാറ്ററാക്കി മാറ്റണം. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്ററാക്കിയാൽ മതി. മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ലൂസായി പോകും. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയിലുള്ള ബാറ്ററാണ് കിട്ടേണ്ടത്. നമ്മൾ മുട്ട മുക്കി പൊരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് തന്നെ പിടിച്ച് നിൽക്കണം. ആ ഒരു പരുവത്തിലാണ് ബാറ്റർ വേണ്ടത്. നല്ല കട്ടിയിലുള്ളൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് മുട്ട മുക്കി പൊരിക്കാനുള്ള മാവും അതുപോലെ തന്നെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടയാണ് വേണ്ടത്. ഞാനിവിടെ മുട്ട പുഴുങ്ങി എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു മുട്ട 2 ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് 4 ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ആയിട്ട് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ മുട്ടയും എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് 1 ടേബിൾ സ്പൂണോളം ചമ്മന്തി എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് നമ്മൾ മുട്ടൻ്റെ അതേ ഷേപ്പിലാക്കിയിട്ടൊന്ന് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൈ ക്യാമറയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെക്കുന്നത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. നന്നായിട്ട് തന്നെ പ്രസ്സാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് തന്നെ അവിടെ പിടിച്ച് നിന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തീരെ പിടിച്ച് നിൽക്കുന്നില്ല, നിങ്ങളതിൽ ഒട്ടും തന്നെ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ തേങ്ങയിൽ നിന്ന് തന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം വന്നിട്ടുണ്ട്. അത്യാവശ്യം തേങ്ങയിൽ നിന്ന് തന്നെ അതിൻ്റെ വെള്ളം വരും. അപ്പോൾ അതെല്ലാം മുട്ടൻ്റെ മുകളിലും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ്സായിട്ട് മുട്ടൻ്റെ അതേ ലെവലിലൊന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നന്നായി ചൂടായിട്ട് വന്നാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളെ മാവിൽ ഓരോ മുട്ടയും മുക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ചമ്മന്തി വരുന്ന ഭാഗം അടിവശത്തേക്കാക്കിയിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ. അല്ലാഞ്ഞാൽ ചമ്മന്തി പൊട്ടിയിട്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചമ്മന്തിയുള്ള ഭാഗം അടിയിലാക്കിയിട്ട് അതൊന്ന് ക്രിസ്പി ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് ക്രിസ്പി ആക്കി എടുക്കുക. അങ്ങനെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറായി നിൽക്കുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇടാൻ, എണ്ണയിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇട്ടാലും മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടീസ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ നമ്മളെ മാവിൽ ഓരോ മുട്ടയും മുക്കിയെടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതാ ഒന്നിവിടെ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കാത്ത നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ മൊത്തം മുട്ടയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മുട്ട വെച്ചിട്ടുള്ള, ഈ ചമ്മന്തി വെച്ചിട്ടുള്ള മുട്ട കബാബ് എന്നോ മുട്ട ബജ്ജി എന്നൊക്കെ പറയുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആക്കി കൊടുത്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. കാണുന്ന അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.